എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ അലോട്ട്മെൻറ്റ് ലെറ്റർ എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളതും അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളതും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ കിട്ടുന്നതാണ്. അലോട്ട്മെൻറ്റ് ലെറ്റർ എവിടെയാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ HSKP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ MRS അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നിങ്ങനെയുള്ള 2 ലിങ്കുകൾ കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾ ഏത് ലിങ്കുകൾ വഴിയാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്ക് മുഖേനയാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം അവിടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുന്നു, പാസ്വേഡ് കൊടുക്കുന്നു, ജില്ല കൊടുക്കുന്നു, ലോഗിൻ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ലോഗിൻ ചെയ്ത ശേഷം നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതായത് ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കേണ്ടതാണ്. അപ്പോൾ അത് പ്രിൻ്റ് എടുത്ത ശേഷമാണ് നിങ്ങൾ അഡ്മിഷനായിട്ട് സ്കൂളിൽ പോവേണ്ടത്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ ഇവിടെ കാൻഡിഡേറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അവിടെ കാണാൻ പറ്റും. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, അതായത് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ക്വാളിഫയിങ് എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് SSLC സർട്ടിഫിക്കറ്റ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ ഞാൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരു SSLCയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, അതായത് SSLC സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷനായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോ എന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ SSLC രജിസ്റ്റർ നമ്പർ എന്നുള്ള ഭാഗത്ത്, അതായത് രജിസ്റ്റർ നമ്പർ എന്നുള്ള ഭാഗത്ത് SSLCയുടെ രജിസ്റ്റർ നമ്പർ എഴുതുക. അതിനുശേഷം രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് TC ആൻഡ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അതായത് TCയും സ്വഭാവ സർട്ടിഫിക്കറ്റ്. ഇത് അഡ്മിഷൻ സമയത്ത് നിർബന്ധമാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ യെസ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം TC നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് TC എന്നുള്ള ഭാഗത്ത് ഞാൻ TCയുടെ നമ്പർ, TCയുടെ ആ ഒരു TCയിൽ ഒരു നമ്പർ ഉണ്ടാകും, TC നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു നമ്പർ എഴുതുന്നു. അതോടൊപ്പം TCയിൽ എപ്പോഴാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ള TC എന്നുള്ളതനുസരിച്ച് TCയുടെ ആ ഒരു ഡേറ്റ് കൂടി അതിൽ എഴുതുന്നു. അടുത്തതായിട്ട് മൂന്നാമത്തേതാണ്, അപ്പോൾ നിങ്ങൾ അതർ ദാൻ കേരള ബോർഡ്, നിങ്ങളിപ്പോൾ കേരളത്തിലെ SSLCയുടെ ആ ഒരു, അതായത് കേരളത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹൈ സ്കൂളിൽ നിന്ന് SSLC പഠിക്കാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അത് CBSE ICSE ഇതുപോലുള്ള വിദ്യാർത്ഥികൾക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇത് നിങ്ങൾ TC വാങ്ങിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ഉണ്ടെങ്കിൽ യെസ് എന്ന് ഇവിടെ എഴുതുക, ഇനി ഇല്ല എങ്കിൽ നോ എന്ന് എഴുതാവുന്നതാണ്. അടുത്തതായിട്ട് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഫോർ അതർ സ്കീം, നിങ്ങൾ അതർ എന്നുള്ള സ്കീമാണ് SSLCയുടെ ആ ഒരു, അതായത് നിങ്ങളിപ്പോൾ SSLC 2024-25 എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതേസമയം നിങ്ങൾ അതർ എന്നുള്ള സ്കീമാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതർ എന്നുള്ള സ്കീമാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിൽ നിങ്ങൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ മാത്രമേ ഇവിടെ യെസ് എന്ന് കൊടുക്കേണ്ടതായിട്ടുള്ളൂ, അല്ലാത്തവർ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം ഇവിടെ എ കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് and same photograph in digital format should be produced at the time of പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ എടുക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ വെദർ അറ്റാച്ച്ഡ് ആധാർ, അതായത് ആധാർ കാർഡ് നിങ്ങൾ അപേക്ഷയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടോ എന്നാണ്, ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ ആധാർ നമ്പർ കൊടുത്തതുകൊണ്ട് ഞാൻ യെസ് എന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ആധാർ നമ്പർ ഇവിടെ എഴുതുക. ഇനി അടുത്തതായിട്ടുള്ളത് ഏഴാമത്തേതാണ് അതർ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ്ഡ് ഫോർ അഡ്മിഷൻ, അതായത് നിങ്ങൾ അഡ്മിഷൻ ഈ ഒരു അപേക്ഷ സമയത്ത് നിങ്ങളുടെ ബോണസ് പോയിന്റ് ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റുകളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസുകൾ ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏതിനാണ് ഉണ്ടായിരുന്നത് അതിനനുസരിച്ച് ഇവിടെ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ്, സർട്ടിഫിക്കറ്റ് നമ്പർ, അതുപോലെ ഡേറ്റ് ഓഫ് ഇഷ്യൂ, അതുപോലെ തന്നെ ഇഷ്യൂയിങ് അതോറിറ്റി എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇവിടെ സ്കൂൾ വെരിഫിക്കേഷൻ റിമാർക്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ഫില്ല് ചെയ്യേണ്ടതില്ല, അത് സ്കൂളിൽ നിന്നാണ് ഫില്ല് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ചോദിക്കുന്നത് സെക്കൻഡ് ലാംഗ്വേജ്
ഒപ്റ്റഡ് എന്നുള്ളതാണ് 8ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ഒപ്റ്റഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ പ്രത്യേകിച്ച് എന്താണ് എഴുതേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെയായിട്ട് നിങ്ങൾ ഏത് സെക്കൻഡ് ലാംഗ്വേജ് ആണ് എടുക്കുന്നത് അതാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് എവിടെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിന് 2 പേജാണുള്ളത്. അപ്പോൾ 2 പേജിൽ ഏറ്റവും താഴത്തെ പേജിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് അതിന് ഏറ്റവും അടിയിലായിട്ട് തന്നെ ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജ് അവൈലബിൾ ഇൻ ദി സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ഒരു സ്കൂളിൽ അവൈലബിൾ ആയിട്ടുള്ള സെക്കൻഡ് ലാംഗ്വേജ് ഏതൊക്കെയാണ് എന്നത് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് മലയാളം, ഹിന്ദി, സംസ്കൃതം, അതിൽ ഉറുദു, അറബിക്ക്, അതുപോലെ വിവിധ ലാംഗ്വേജസ് പല സ്കൂളുകളിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ ഏറ്റവും താഴത്തെ പേജിൽ നോക്കുക. അപ്പോൾ അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ ഏതാണ് സെക്കൻഡ് ലാംഗ്വേജ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ നൽകിയിട്ടുണ്ടാവും. ഇനി അടുത്തതായിട്ടുള്ളത് അത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം എവിടെയാണ് ആ ഒരു സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻസിൻ്റെ, അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചതിൻ്റെ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ ഉണ്ടാകും. അപ്പോൾ അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ ഏറ്റവും താഴെയായിട്ട് തന്നെ അത് 2ാമത്തെ പേജിൽ ഏറ്റവും താഴെയായിട്ട് സെക്കൻഡ് ലാംഗ്വേജസ് അവൈലബിൾ ഇൻ ദി സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു സ്കൂളിൽ മലയാളം, ഹിന്ദി, അറബിക്, ഉറുദു എന്നിവയാണ് സെക്കൻഡ് ലാംഗ്വേജസ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ചിലപ്പോൾ മലയാളം, ഹിന്ദി മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ മലയാളം, ഹിന്ദി, സംസ്കൃതം, അതുപോലെ ഉറുദു, അറബിക് അല്ലെങ്കിൽ സ്പാനിഷ്, ഇതുപോലെ വിവിധ കാര്യങ്ങൾ, അതായത് വിവിധ സെക്കൻഡ് ലാംഗ്വേജസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അവിടെ ടീച്ചേഴ്സ് ഏതിൻ്റെയൊക്കെയാണ് ഏതൊക്കെ ലാംഗ്വേജസിൻ്റെ ടീച്ചേഴ്സാണ് ഉണ്ടാവുക എന്നുള്ളതനുസരിച്ച് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ആ ഒരു സെക്കൻഡ് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് അടുത്ത കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും, അതായത് സെക്കൻഡ് ലാംഗ്വേജ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഏത് സെക്കൻഡ് ലാംഗ്വേജാണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് എഴുതുക. അടുത്തതായിട്ട് സിഗ്നേച്ചർ ഓഫ് സ്റ്റുഡൻറ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. അതുപോലെ സിഗ്നേച്ചർ ഓഫ് പാരൻറ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പാരൻറ്റിൻ്റെ സിഗ്നേച്ചർ ഇടുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, അതായത് നിങ്ങൾ എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണോ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് PTA മെമ്പർഷിപ്പ് ഫീസ്, PTA ഡൊണേഷൻ, ഇവ നിങ്ങൾ, അതായത് ഇത്രയും ഫീസുകൾ എന്ന് പറയുന്നത് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു ഫീസ് അടക്കേണ്ടതായിട്ടുള്ളൂ. ടെമ്പററി അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ യാതൊരു കാരണവശാലും ഫീസൊന്നും കൊടുക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഇപ്പോൾ 1ാമത്തെ ഓപ്ഷൻ അല്ലാതെ ഏത് ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളതെങ്കിലും നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. ടെമ്പററി അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ യാതൊരു കാരണവശാലും ഫീസൊന്നും കൊടുക്കേണ്ടതില്ല. പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്നവർ മാത്രമേ ഈ ഒരു ഫീസുകൾ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. ഇനി വിദ്യാർത്ഥികൾക്ക് ഇവിടെ അടുത്തതായിട്ട് കാണാൻ പറ്റുന്നതാണ് ക്വാളിഫയിങ് എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ. ഇവിടെ നിങ്ങളുടെ SSLC രജിസ്റ്റർ നമ്പർ എഴുതുക. അതുപോലെ തന്നെ ഇവിടെ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഈ വർഷം പാസ്സായ വിദ്യാർത്ഥികളാണെങ്കിൽ മെയ് 2025 എന്ന് എഴുതുക. അതുപോലെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാറ്റഗറി ഏതാണ് അത് കൃത്യമായിട്ട് അവിടെ എഴുതുക. അതായത് നിങ്ങളിപ്പോൾ ഏത് കാറ്റഗറിയാണെന്നുള്ളത് ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ 2ാമത്തെ പേജിൽ കാറ്റഗറി നെയിം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കാറ്റഗറിയുടെ പേര് കൊടുത്തിട്ടുണ്ടാകും, അത് കൃത്യമായിട്ട് അവിടെ എഴുതുക. ഇനി അടുത്തതായിട്ടുള്ളത് അലോട്ടഡ് കാറ്റഗറിയാണ്. അലോട്ടഡ് കാറ്റഗറി എന്താണ് എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അലോട്ടഡ് കാറ്റഗറി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ ഏറ്റവും താഴെയായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് കോമ്പിനേഷൻ നെയിം, സ്കൂൾ നെയിം, അലോട്ടഡ് ഓപ്ഷൻ, റാങ്ക്, അലോട്ടഡ് കാറ്റഗറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാകും. ഇവിടെ അലോട്ടഡ് കാറ്റഗറി എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ കാറ്റഗറി ഏതാണ്, അതായത് നിങ്ങളുടെ കാറ്റഗറി ഏതാണ് എന്നുള്ളത് ആ ഒരു കാറ്റഗറിയിലും കിട്ടാം. അതേസമയം ജനറൽ കാറ്റഗറിയിലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാവുന്നതാണ്. അതായത് ജസ്റ്റ് നിങ്ങൾക്ക് അടുത്തത് ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടെ അലോട്ടഡ് കാറ്റഗറി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാം ഇയവ, തീയ, ബില്ലവ, അതായത് ETB എന്നുള്ള ആ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു അലോട്ടഡ് കാറ്റഗറിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ കാറ്റഗറി ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അതായത് മുസ്ലിം ആണെങ്കിൽ മുസ്ലിം എന്നുണ്ടാവും, അതുപോലെ തന്നെ SC ആണെങ്കിൽ SC ഉണ്ടാവും, ST ആണെങ്കിൽ ST, അതുപോലെ തന്നെ മറ്റേതെങ്കിലും വിഭാഗമാണെങ്കിൽ അതിനനുസരിച്ച് അലോട്ടഡ് കാറ്റഗറിയിൽ അവിടെ ചേഞ്ച് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ചേഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാറ്റഗറി ആയിരിക്കും ചിലപ്പോൾ അവിടെ ഉണ്ടായിരിക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ജനറൽ കാറ്റഗറിയിലായിരിക്കും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ അലോട്ടഡ് കാറ്റഗറി നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ജനറൽ എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗത്തിലായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അലോട്ടഡ് കാറ്റഗറി എന്താണ് കൊടുത്തിട്ടുള്ളത് അതാണ് നിങ്ങളുടെ അലോട്ടഡ് കാറ്റഗറി എന്നുള്ള ഭാഗത്ത് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ ജനറൽ കാറ്റഗറിയിലാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഞാനിപ്പോൾ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ജനറൽ എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവിടെ എഴുതുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്, അതായത് അലോട്ടഡ് കാറ്റഗറി എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു നേരത്തെ കാണിച്ചിട്ടുള്ളതുപോലെ അലോട്ടഡ് കാറ്റഗറി എന്നുള്ളത് ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ 2ാമത്തെ പേജിൽ ഏറ്റവും താഴെയായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു അലോട്ടഡ് കാറ്റഗറി എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു ഇവിടെ എന്താണ് ആ ഒരു നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലാണ് കിട്ടിയത്. ഇപ്പോൾ എനിക്കിപ്പോൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ ജനറൽ
കാറ്റഗറി, ഇനി അതല്ല എൻ്റെ കാറ്റഗറി ഇപ്പോൾ ETB ആണെങ്കിൽ അതിലാണ് കിട്ടിയതെങ്കിൽ ആ ഒരു കാറ്റഗറി. അപ്പോൾ ഏതാണ് നിങ്ങളുടെ അലോട്ടഡ് കാറ്റഗറി അത് കൃത്യമായിട്ട് നോക്കിയിട്ട് അത് കൃത്യമായിട്ട് എഴുതുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അഡ്മിഷനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററാണ്. ഇതിൻ്റെ 2 പേജ് ഉണ്ടാവും. 2 പേജ് 2 ഈ ഒരു A4 ഷീറ്റുകളായിട്ട് പ്രിൻ്റ് എടുക്കുക. ഒന്നുകിൽ നിങ്ങൾ പോകുന്ന സമയത്ത് പ്രിൻ്റ് എടുത്ത് പോകാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് പ്രിൻ്റ് എടുത്ത് തരുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ആണ്. ഒറിജിനൽ ഇല്ല എങ്കിൽ SSLCയുടെ റിസൾട്ടിൻ്റെ കോപ്പി മതിയാകും. അതുപോലെ തന്നെ അടുത്തത് TC ആണ്. അടുത്തത് സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്, അത് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ആണ്. അടുത്തത് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പിയാണ്. അടുത്തത് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്, 1-2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുക. അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് വല്ല ബോണസ് പോയിന്റ് ഉണ്ടെങ്കിൽ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ ടൈപ്പ് ബ്രേക്കർ, അത് LSS, USS, NMMS, അതുപോലെ NTSC ഇതുപോലുള്ള വിവിധ പരീക്ഷകളുടെ സർട്ടിഫിക്കറ്റ്സ്, അല്ലെങ്കിൽ കലോത്സവം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ശാസ്ത്രമേള ഇവയിലൊക്കെ പങ്കെടുത്ത് A ഗ്രേഡ്, B ഗ്രേഡ്, C ഗ്രേഡ് അല്ലെങ്കിൽ 1, 2, 3 സ്ഥാനങ്ങളൊക്കെ കിട്ടി അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ ടൈപ്പ് ബ്രേക്കിനായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അത് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതെന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് വേണ്ടത് വിദ്യാർത്ഥികൾക്ക് വല്ല ഫീസ് ആനുകൂല്യം ഉണ്ടെങ്കിൽ SC/ST വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ ഫീസ് ആനുകൂല്യം ഉണ്ടാവും. അങ്ങനെ ഉള്ള വിദ്യാർത്ഥികൾക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ EWS റിസർവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൂടി എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൂടി കയ്യിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. കാരണം സ്കൂളിൽ പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ആ ഒരു സമയത്ത് എക്സ്ട്രാ ആയിട്ട് വേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടത്, അതായത് ഈ ഒരു അഡ്മിഷൻ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ ഫീസ് എടുക്കണം. ടെമ്പററി അഡ്മിഷൻ ആണെങ്കിൽ ഫീസ് എടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ യൂണിഫോം എന്ന് പറയുന്നത് നിങ്ങൾ ട്രാൻസ്ഫർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ യൂണിഫോം വാങ്ങിക്കേണ്ടതില്ല. അപ്പോൾ യൂണിഫോം എന്ന് പറയുമ്പോൾ അതിന് തന്നെ ഏകദേശം ഒരു 2000-ഓളം രൂപയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ യൂണിഫോം വാങ്ങിക്കേണ്ടതില്ല. അതുപോലെ ടെമ്പററി അഡ്മിഷന് യാതൊരു കാരണവശാലും ഫീസ് കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് വേണ്ടത്, ചില സ്കൂളിൽ നിന്നും നിങ്ങളോട് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കും. നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചില സ്കൂളുകളിൽ അതായത് ഈ ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്. അതായത് താമസിക്കുന്നതിനുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ആ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വിദ്യാർത്ഥികൾ റേഷൻ കാർഡിൻ്റെ കോപ്പി കൊടുത്താൽ മതി. അപ്പോൾ റേഷൻ കാർഡിൻ്റെ കോപ്പി നിങ്ങൾ കൊടുത്താൽ മതി സ്കൂളിൽ. അതായത് ഒറിജിനലൊന്നും കൊണ്ടുപോയിട്ട് കൊടുക്കരുത്. ഒറിജിനൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് എടുക്കുക, എന്നാൽ നിങ്ങൾ ഒറിജിനൽ കൊടുക്കരുത്. റേഷൻ കാർഡിൻ്റെ കോപ്പി മാത്രമേ കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം റേഷൻ കാർഡിൽ നിന്ന് ഒറിജിനൽ ആർക്കും കൊടുക്കരുത്. അപ്പോൾ ആ ഒരു റേഷൻ കാർഡിൻ്റെ കോപ്പി നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇത്രയും മാത്രമാണ് നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.